ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്നതിനും കൊഴിഞ്ഞുപോക്കിനും പിന്നിലെ കാരണങ്ങൾ പ്രത്യേകം പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി വിദ്യാർത്ഥികളുടെ വ്യാപകമായ കൊഴിഞ്ഞുപോക്ക് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മെന്റർ അധ്യാപകരുടെ നിയമനം വൈകിപ്പിച്ചിട്ടില്ലെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കുള്ള ഇ-ഗ്രാന്റുമായി ബന്ധപ്പെട്ട പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കുടിശ്ശിക തുക വിതരണം ചെയ്തു വരികയാണെന്നും അറിയിച്ചു. അതായത് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് ഈ കൊഴിഞ്ഞുപോക്ക് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. കാരണം പല കാരണങ്ങളുണ്ടാവും. കാരണം കുട്ടികൾ ഇപ്പോൾ ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് പോയെന്ന് തീർച്ചയായിട്ടും അത് ഞാൻ അടിയന്തരമായിട്ട് പരിശോധിക്കും എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീ സ്കൂളിംഗ് സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത സംസ്ഥാനത്തുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. പ്രത്യേകിച്ച് വളരെ വൾണറബിളായിട്ടുള്ള ഒരു മേഖലയിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും അടിയന്തരമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അങ്ങനെ വ്യാപകമായിട്ട് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ മേഖല തിരിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥരോട് നിരന്തരം നമ്മളത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തി അത് നമുക്ക് റിപ്പോർട്ട് തരാനും അതിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നിർദ്ദേശം 14 ജില്ലകളിലേക്കും കൊടുത്തിട്ടുണ്ട്. അവർ വലിയ കുഴപ്പമില്ലാതെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ആദിവാസി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആദിവാസി വിഭാഗങ്ങൾക്ക് സ്വയം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ പരിശീലന പരിപാടികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. വകുപ്പിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ 4970 എണ്ണത്തിൽ നടപടി പൂർത്തിയാക്കിയതായും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഫണ്ട് തടസ്സമാകില്ലെന്നും മന്ത്രി അറിയിച്ചു. അടിസ്ഥാന രേഖകൾ ലഭ്യമാകുന്നതിനുള്ള അദാലത്തുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ യാതൊരു വീഴ്ചയും ഉണ്ടാക്കില്ലെന്നും കെ എ തുളസി പറഞ്ഞു. കുട്ടികളെ ഏറ്റവും സേഫായിട്ടും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഇപ്പം നമ്മുടെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വകുപ്പിൻ്റെ കീഴിലുള്ളത്. നമുക്ക് 2 CBSE സ്കൂളുകളുണ്ട്, അല്ലാതെ ഒരുപാട് MRS സ്കൂളുകളുണ്ട്. അപ്പം അതിലൊക്കെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അതിൽ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനും അവരെ നോക്കാനുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഞാൻ തന്നെ വന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ നേരിട്ട് പോയി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ വിലയിരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം കുട്ടികളെ ഏറ്റവും സേഫായിട്ടും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. See